ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എടുക്കുന്ന കാരണം എനിക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ ഒരു ദിവസം നല്ലതാണോ മോശമായിരുന്നോ എന്ന്. ഇന്ന് കുറേ യാത്ര ചെയ്തു, ഭയങ്കര ചൂടായിരുന്നു, എന്നാൽ പോലും കുറേ കാര്യങ്ങൾ നടന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഡൗണിൽ നിന്ന് നേരത്തോടെ പോയി. ഇന്ന് ഉപ്പുമാവായിരുന്നു ഞങ്ങൾക്ക്. ഡിവൈൻ നേരത്തോടെ എണീറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ തോമൂനെ ഇന്ന് ഡാഡിയാണ് കൊണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പ് അപ്പ പോകുമ്പോൾ ഒപ്പം കരയും, അല്ലെങ്കിൽ അപ്പയുടെ കൂടെ പോകണമെന്ന് പറയും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. തോമു വെരി ഗുഡ് ബോയ് ആണ്. അപ്പൻ്റെ കൂടെ പോയി അപ്പയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് അപ്പ പോകുമ്പോൾ ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോയി. അത് കഴിഞ്ഞ് അപ്പാപ്പൻ്റെ കൂടെ പോയി. അപ്പം ഞങ്ങൾ ഉപ്പുമാവൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ പാച്ചുമില്ലല്ലോ. മറ്റേത് ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ പാച്ചുവിനെ കൊണ്ടാക്കലാണല്ലോ പതിവ്. അപ്പോൾ ഇന്ന് അതില്ല. അതുകൊണ്ട് ആ മെഴുകുതിരി കത്തി കഴിയുവോളം അവിടെ നിന്നു. അല്ലെങ്കിൽ കുട്ടികൾ ഇവിടെ ഹോളിൽ നിന്ന് കളിക്കുമ്പോൾ മെഴുകുതിരി കേടുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ പാച്ചു അവിടുത്തെ ആക്ടിവിറ്റീസ് അയച്ചെന്നതാണ് കേട്ടോ ഓച്ചു. അപ്പോൾ അവൻ അവിടെ നല്ല കളിയാണ്, കാർ വാഷാണ്, കാറുമ്പോൾ മണ്ണ് ഇട്ടിട്ട് കാർ വാഷ് ചെയ്യാണ്, അങ്ങനെയുള്ള കുട്ടിക്കുറുമ്പുകൾ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മൂപ്പരെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ ആളായിട്ട് മാറും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ പാച്ചൂട്ടൻ്റെ പണി. അപ്പോൾ ഇവിടെ ഞങ്ങൾ മിണ്ടുമ്പോൾ തോമു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, പാച്ചു എവിടെ, പാച്ചു എവിടെ, പാച്ചു ഡിമ്പിൾ എവിടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഡിമ്പിൾ എന്നാണ് വിളിക്കാം. ഡിമ്പിൾ എവിടെ, പാച്ചു എവിടെയും ചോദിക്കും. അപ്പോൾ അവനും അവിടെ തോനു എന്ന് വിളിക്കുക. അറിയാലോ, രണ്ടുപേരും അത്രയും അറ്റാച്ച്ഡാണ്. അപ്പോൾ അങ്ങനെ അവൻ്റെ കളിയും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് അയക്കും. അപ്പോൾ അതെല്ലാം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനതിൽ ഇട്ടേക്കണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഫുൾ ടൈം സർക്കിറ്റാണ് കേട്ടോ. വല്യപ്പച്ചന്മാരുടെ വീട്ടിലും ചേട്ടന്മാരുടെ കൂടെയുള്ള യാത്രയാണ്, കളിയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഡാഡിയും കൂടിയിട്ട് എനിക്ക് തോന്നുന്നൊരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളുടെ ഓർണമെൻറ്റ്സിൻ്റെ പാക്കിങ്ങും സാരിയുടെ ഉണ്ടല്ലോ എല്ലാ പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഫസ്റ്റ് ഞങ്ങൾ പള്ളിയിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൈക്കാരന്മാരെ ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിച്ച് ഞങ്ങൾ നേരെ നമ്മുടെ കെസ് ബേബിയുടെ അടുത്തേക്ക് പോന്നു. അങ്ങനെ അപ്പാപ്പൻ കയ്യിൽ ചന്ദനത്തിരി കരുതിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ എപ്പോഴും ചന്ദനത്തിരി കൊണ്ടു പോവുക. അപ്പോൾ ഇപ്രാവശ്യം പെട്ടെന്ന് ഇറങ്ങണ ആ ഒരു ഇതിൽ മറന്നുപോയി. അപ്പോൾ പൂവ് അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചിട്ട് വെക്കുക ചെയ്തേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അവൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ അവിടെ നിന്നാണ് തുടക്കം വെച്ചത്. കാരണം ഇന്നത്തെ ഒരു ദിവസം കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അവനിൽ നിന്ന് തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പോൾ വെളിയത്ത് നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് അവിടെയാണ് എൻ്റെ കണ്ണാട ശരിയാ എപ്പോഴും ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്താൽ ഞാൻ അന്ന് ഫസ്റ്റ് ശരിക്ക് അമ്മയുടെ വിവരം അറിയുമ്പോൾ ഞാൻ പോൾ വെളിയത്തിൽ നിൽക്കുകയാണ് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അന്ന് എനിക്ക് പറ്റിയില്ല വീട്ടിൽ വെക്കണ കണ്ണട എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കയറി അവിടെ നിന്ന് നമ്മുടെ സെൻറ്റ് തോമസിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോഴാണ് കണ്ണിന്ന് ഹോളിയല്ലേ, കുട്ടികളുടെ മൂത്തും തലയിലും ഒക്കെ പലതരം കളറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ശരിക്കും റോട്ടിൽ കിടന്ന് എൻജോയ് ചെയ്ത് അവർക്ക് വെയിലൊരു പ്രശ്നമില്ലാത്ത പോലെ തോന്നിയിട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ പറ്റാത്തത്ര ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ബാഗ് എടുക്കാൻ വിട്ടുപോയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ബാഗിലായിരുന്നു മൊബൈൽ. അതുകൊണ്ട് എനിക്ക് കുറേ സംഭവങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. റോട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടുന്ന് ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് റോഡ് വഴിയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ വൺ വേ ഉള്ള കാരണം വണ്ടി തിരിച്ചു വിട്ടു. അപ്പോൾ ഞാനും ഡാഡിയും ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാങ്കിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ ലത്തീംപള്ളിയിലേക്ക് വന്നു, അന്തോണിസ് പുണ്യാളുടെ പള്ളിയിലേക്ക് വന്നു. അപ്പോൾ നാളെയാണ് ശരിക്കും ചൊവ്വാഴ്ച. അപ്പോൾ ഞാൻ നാളേക്ക് നിന്നില്ല, ഇന്ന് വന്നു. അപ്പോൾ ഞാൻ നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ കുറേ കുട്ടികൾ എന്നോട് പറയും അവരവരുടെ കുട്ടികൾ, സംസാരിക്കാത്ത കുട്ടികൾ, സംസാരശേഷി വൈകുന്ന കുട്ടികൾ, അങ്ങനെ കണ്ടമാനം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാ മക്കൾക്കും, നമ്മുടെ മക്കൾക്കും എന്നോട് നമ്മളുടെ എന്താ പറയുക ഒരുവിധം എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ നാവെടുത്തിട്ട് അവിടെ വയ്ക്കും. എപ്പോൾ ചെന്നാലും ഞാനത് ചെയ്യണതാട്ടോ. കാരണം നമ്മളുടെ ഇവിടുത്തെ 3 മക്കളെ പോലെയാണ് എനിക്ക് എല്ലാവരുടെയും കുഞ്ഞു മക്കൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുവിധം കുട്ടികൾക്കൊക്കെ കുഞ്ഞു മക്കളാണുള്ള അമ്മമാരാണ് നമ്മളുടെ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിൽ മാത്രമല്ല കേട്ടോ എന്നോട് സഹായം, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്ക് പിന്നെ കുറേ പേരിങ്ങനെ വെച്ചോളൂ എന്ന് പറയും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാവ് അവിടെ വെച്ചത്. പിന്നെ നമ്മളുടെ മരിച്ചവരുടെ കുർബാനയും നൊവേനയും ചൊല്ലിയിട്ട്
അവിടെ രസീത് എഴുതി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ മാസത്തിലൊരു ദിവസം പോവാറുണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ കാലടിൻ്റെ ഓപ്പോസിറ്റ് ലാറ്റിൻ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള നമ്മൾ സ്ഥിരം പോകുന്ന ഷോപ്പ് ആലപ്പാട്ട്. അപ്പോൾ അവിടെ കയറി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി, കുട്ടികളെ പറ്റിക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ ഇവിടെ നിന്നാണ് കോലിമിഠായി, പിന്നെ നമ്മളുടെ എന്താ പറയുക, കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് കുട്ടികളുടെ, മറ്റേ ജ്യൂസ്, ഇതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നമ്മുടെ വെള്ളയപ്പങ്ങാടി വഴി മറ്റേ ബെസ്റ്റിൻ്റെ മുമ്പിൽ കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ കോർണറിൽ എപ്പോഴും ദേ കണ്ടില്ലേ ഒരു ചായക്കട, ഒരു തള്ളുവണ്ടിയിൽ ചായ ഉണ്ടാവാറുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് കുടിക്കാമെന്ന്. അപ്പോൾ ഡാഡി പറഞ്ഞു വേണ്ട, ഡാഡിക്ക് ബിരിയാണി കഴിക്കാനൊരു മോഹം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വല്ലപ്പോഴല്ലേ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി, ഞങ്ങളും 2 പേരായിട്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങി. അപ്പോൾ പറവട്ടാനി പള്ളിയുടെ അവിടെ എത്തിയപ്പോഴാണ് അവിടെ ചെരുപ്പ് വാങ്ങിക്കുന്ന കടയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്ഥിരം ഡിമ്പിളായാലും ഞാനായാലും ഡിവൈനായാലും ഒക്കെ ഇറങ്ങി. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കട കാലിയാക്കൽ എന്നാണ്. അവിടെ മറ്റേ ഷോപ്പുകൾ നിർത്തുന്നിടത്തുനിന്ന് കൊണ്ടുവന്നിട്ട്, അപ്പോൾ പുതിയ ചെരുപ്പുകൾ തന്നെ നല്ല സാധനങ്ങളാണ്, ഒക്കെ നല്ല ക്രോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് നല്ല ചെരുപ്പുകളുണ്ട്, എന്നാൽ അധികം വിലയുമില്ല. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് ഒരു ജോഡി ചെരുപ്പ് വാങ്ങിച്ചു. ഞാൻ കാണിച്ചു തരാം കേട്ടോ വാങ്ങിയത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഡാഡിക്ക് ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ ഡാഡിക്ക് അവിടെ കയറിയപ്പോൾ ബിരിയാണി വേണ്ട, മസാല ദോശ മതി എന്നായി. ഞാൻ പറഞ്ഞു എന്നാൽ ശരി. എനിക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ വിശക്കണുണ്ടായിരുന്നില്ല, എന്നാലും പിന്നെ ഡാഡി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ ഡിവൈനോട് വിളിച്ച് പറഞ്ഞു, മോൾ എന്താ വെച്ചാൽ, ഞാൻ ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേറ്റ് ആവും, മോൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ തോമൂനെ കൊണ്ടുവന്നോളാം, കാരണം ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ VKRലേക്ക് വന്നു. അങ്ങനെ VKRൽ വന്ന് അവിടെ നിന്ന് കുറച്ച് മെഡിസിൻസ്, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ സ്ഥിരം, ഞാനല്ല നമ്മളുടെ ഫാമിലി എല്ലാവരും VKRൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇറങ്ങാണ്ട് കാറിലിരിക്കാമെന്ന്, പിന്നെ വിചാരിച്ചു കാറിലിരുന്നാൽ ചൂടല്ല, അതിൽ നല്ലത് ഇതിനകത്ത് നിന്നാൽ കുറച്ചൊരാശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇതിനകത്തേക്ക് കയറിയിട്ട്. അപ്പോൾ ഡാഡി മെഡിസിൻസ് വാങ്ങിക്കണ സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ എല്ലാം, എപ്പോഴും ഞാൻ അങ്ങനെയാണ്, അവർ അവിടെ ബില്ലിടുന്ന നേരം കൊണ്ട് ഞാൻ അവിടേക്കൊന്ന് വട്ടം കറങ്ങും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് എങ്ങടാ, ഡീസൽ അടിക്കാനായിട്ടാണ് കയറിയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ഇത് ഇറക്കണ കാരണം, ലോഡ് ഇറക്കണ കാരണം അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഡീസൽ അടിക്കാൻ കയറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങണോട് കൂടിയിട്ട് ബിസ്മി കണ്ണിൽ നിന്ന് പോയി, പെട്ടെന്ന് അത് വിട്ടുപോയി. അപ്പോൾ പിന്നെ വിചാരിച്ചു സാരമില്ല, രാത്രിയിലേക്ക് എന്തെങ്കിലും ഒപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവൈൻ, കാരണം ഈ ആഴ്ച പച്ചക്കറി ഒന്നും നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ കണ്ടില്ലേ ഡിവൈനൊക്കെ വന്നപ്പോൾ പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് തൽക്കാലം വളരെ കുറച്ച് മാത്രം വാങ്ങി. പിന്നെ സബോള, വലിയ സബോള വാങ്ങിക്കണം, 5 കിലോ വാങ്ങി ഉണക്കാൻ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ കൂടെ, നമ്മളിവിടെ നിന്നാണ് തുടങ്ങിയത്, അതിൽ കൂടെ തന്നെ മടങ്ങി അവിടെ നിന്ന് നേരെ നമ്മൾ പോരുമ്പോഴാണ് അവിടെ ഉള്ളി, നമ്മൾ സബോള വാങ്ങിക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവിടെ നിർത്തിയിട്ട് ഡാഡി പിന്നിൽ പോയിട്ട് ഉള്ളി വാങ്ങിക്കൊണ്ടുവന്നു. അത് കുഞ്ഞ് സബോളയാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ ചോയ്സിൽ കയറി തോമോന് ഒരു ഐസ്ക്രീം വാങ്ങി, കാരണം അവനെ ഞങ്ങളല്ലേ കൊണ്ടുവരാൻ പോണത്, അപ്പോൾ കുട്ടികളല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തോമൂൻ്റെ ബബിൾസിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഈ ബബിൾസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പൂച്ചട്ടി സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്ക് തിരിയുമ്പോൾ, രവിമംഗലം റോഡിലേക്ക് തിരിയുമ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ തൊട്ട് മുമ്പുള്ള വീട്, ഗ്രൗണ്ടിൻ്റെ ആ മതിൽ നിൽക്കുന്നത് ഈ വീടിൻ്റെ മതിലാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമനെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ തന്നെ മൂപ്പര് പാർക്കിലേക്ക് പോകാമെന്ന് പറയാം, മൂപ്പരുടെ പാർക്കാണത്. അവിടെ ചെന്ന് പോയി അവിടെ നിന്ന് വന്നതിന് ശേഷം ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കലും ബഹളവും വർത്താനവും ആകെ ഒരു മേളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബബിൾസ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് വണ്ടി തിരിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ അവിടുത്തെ എനിക്ക് തോന്നുന്നു നല്ല ട്രീറ്റ്മെൻറ്റ്. അല്ലാണ്ട് കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരോട് ദേഷ്യപ്പെട്ടാൽ പിന്നെ അവരവിടെ പോകാൻ കൂട്ടാക്കില്ല. കുട്ടികൾക്ക് ഇഷ്ടം വന്നാൽ കുട്ടികളോട് നമുക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരവിടെ പോവും. ഇപ്പോൾ നമ്മളെന്തെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ പിന്നെ കുട്ടികൾ നമ്മളുടെ കൂടെ കൂടില്ല. അങ്ങനെയാണ്, അതാണ് കുട്ടികളുടെ പ്രകൃതി. അങ്ങനെ ഞങ്ങളിതേ ബബിൾസിൻ്റെ മുമ്പിലെത്തി നോക്കിയപ്പോൾ അപ്പോൾ തോമു അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അമ്മാമ്മയും അപ്പാപ്പനും വരുന്നത്. അപ്പാപ്പനെ പിന്നെയും പ്രതീക്ഷിക്കുക, അമ്മാമ്മേനെ ഒട്ടും പ്രതീക്ഷിക്കില്ല. അപ്പോൾ അവന് ഭയങ്കര നാണവും ചമ്മലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കയറി
അവനതേ കുട്ടി ഐസ്ക്രീം കുട്ടി ബോളാണ് കൊടുത്തത്. കാരണം വലുതായി കഴിഞ്ഞാൽ അത് ഇപ്പോൾ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് ബോൾ എപ്പോഴും അങ്ങനെ ചെയ്യാറ് അപ്പാപ്പൻ കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീടിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ അവൻ വീട്ടിലെത്തിയപ്പോൾ ഓടിച്ചെന്ന് അമ്മോട് പറയാം അമ്മാമ്മ വന്നു അപ്പാപ്പ വന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആഘോഷമാണ് കേട്ടോ. അങ്ങനെ 4:20 ശരിക്കും അവൻ്റെ ക്ലാസ് അവനെ കൊണ്ടുവരണം അതേ സമയത്ത് ഞങ്ങളെത്തി. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഡിവൈൻ പറഞ്ഞത് ഒരു കൊറിയർ എനിക്ക് വന്നിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഞാൻ ഓർണമെൻറ്റ് ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടി ഓർണമെൻറ്റ് ബോക്സ്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആയിരുന്നു. അത് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആയിട്ടല്ല, ഒരെണ്ണം ഭയങ്കര വില കുറവിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പീസായിട്ട് തരില്ല, 2 പീസായിട്ട്. പക്ഷേ 2 പീസിന് 240 രൂപ അത്രയൊക്കെ ആയുള്ളൂ കേട്ടോ. 120 രൂപ അങ്ങോട്ടേ ആയുള്ളത്. അതായത് ഇങ്ങനെ നമ്മൾ പാർട്ടീഷൻ അതിലിട്ടേക്കാണ്, നമ്മളിങ്ങനെ വെക്കണം, അതിൻ്റെ ഒരു ഹോളിൽ ഇറക്കിയാൽ കറക്റ്റായി. അങ്ങനെ 3 സ്റ്റെപ്പ്. അപ്പോൾ 6 3 18 കള്ളികളുണ്ട്. അങ്ങനെ 2 ബോക്സ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സൊക്കെ വലിയ ഇതിലൊക്കെ ഇരിക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ ഒതുക്കത്തിൽ ഒരു മുക്കിൽ ഇരുന്നോളൂല്ലോ, മാലയ്ക്ക് മാത്രമായിട്ടൊരു ബോക്സ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചത്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയപ്പോൾ വലിയ കുഴപ്പമില്ല. എനിക്ക് ട്രാൻസ്പാരൻ്റ് ആയിരുന്നു ഇഷ്ടം, ഇത് പിങ്കാണ്, എന്നാലും സാരമില്ല. അപ്പോൾ ഒരെണ്ണം കുട്ടികൾക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ട 2 കുട്ടികൾ 2 എടുത്താലും വിരോധമില്ല, അവരോട് ചോദിച്ചിട്ടില്ല വേണമെന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇതേ അവിടെ നിന്ന് നമ്മുടെ ആലപ്പാടിൻ്റെ അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളാണത്. ജ്യൂസും സോഡയും കാര്യങ്ങളൊക്കെ ഡാഡി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ജ്യൂസ് മുഴുവൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗസ്റ്റ് വരുമ്പോൾ ജസ്റ്റ് ഇത് ഒഴിക്കുകയാണ് ചെയ്യണം കേട്ടോ. കാരണം കുട്ടികളെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ മാക്സിമം എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ കുഞ്ഞ് സബോള കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ ഇപ്പോൾ നോയമ്പ് വിടാൻ പോവല്ലേ, അപ്പോൾ ഇനി കൂടുതൽ നോൺ വെജ് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ ഇത് നാളെ തൊട്ട് നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ്. അത് നന്നാക്കി വെക്കൽ, ഉള്ളി നന്നാക്കി വെക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇഞ്ചി ഈ പറഞ്ഞോളം ഉണക്കി വെക്കാറുണ്ട്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പക്ഷേ എനിക്ക് ഇപ്പോൾ പോയോടത്തുനിന്ന് എനിക്ക് വലിയ തൃപ്തിയായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർക്കറ്റിൽ പോകുമ്പോൾ ഡോണും ഡിവൈനും കൂടി വാങ്ങിച്ചോളും, ബൾക്കായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഇത് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന മെഴുകുതിരി. ശരിക്കും മെഴുകുതിരി വാങ്ങിയാണ് ഞാൻ ആലപ്പാട്ട് അവിടെ പോയത്. പിന്നെ കുട്ടികൾ വലുതായപ്പോൾ കുട്ടികളുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അവിടുത്തെ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ശരിക്കും ഒരു 60 മെഴുകുതിരികളുണ്ടാവും. ഒരു മാസത്തേക്ക് നമുക്കൊരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 2 നേരം കത്തിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മെഴുകുതിരി, ഞാൻ തോന്നുന്നു വർഷങ്ങളായിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ് കേട്ടോ. കിലോ കണക്കാണ്, പക്ഷേ എനിക്ക് ആ ഒരു പാക്കറ്റ് എനിക്ക് വില എത്രയാണെന്നറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറയാറില്ലേ തൂമുട്ടൻ വന്നതിന് ശേഷമാണ് ഞങ്ങളൊക്കെ കിടന്നൊന്ന് ഉറങ്ങുക എന്നുള്ളത്, റെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇന്ന് അതിന് പറ്റിയില്ല. കാരണം നമ്മളുടെ ലൈനിൽ മൊത്തം കംപ്ലൈൻറ്റാണ്. അപ്പോൾ ആദ്യം ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് നോക്കി, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആൾ വന്നു, എന്നിട്ടൊന്നും ശരിയായില്ല. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ സ്ഥിരം ഷാജി വന്ന് നോക്കിയപ്പോഴാണ് സോളാറിൻ്റെ എന്തോ കംപ്ലൈൻറ്റാണെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-2.5 മണിക്കൂർ അതിൻ്റെ പിന്നാലെ ഡാഡിയും ഷാജിയും കൂടിയിട്ട് നിന്നപ്പോൾ ഞാനും തോമും മുറ്റത്ത് നടക്കാറുണ്ട് കേട്ടോ. കാരണം അകത്ത് മറ്റേ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത കാരണം ഒരു രക്ഷയില്ല. പാച്ചുകൂട്ടൻ ചാക്കോച്ചനെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ ചാക്കോച്ചൻ്റെ അടുത്ത് നിന്ന് ഞാനും തോമും പുറത്ത് നിന്നു. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ പാച്ചൂട്ടൻ്റെ വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മണിക്കൂർ എന്നുള്ളതാണ് എനിക്കും ഡിവൈനും എല്ലാവർക്കും മാറി അയക്കൂട്ടോ ഓരോ വീഡിയോസ്. അപ്പോൾ അവൻ മിടുക്കനായിട്ട് അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ആഷ്യമ്മയുടെ കൂടെ എവിടേക്കോ യാത്ര പോകുന്നുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ അവൻ്റേതായ ലോകത്ത് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് വാങ്ങിയ ചെരുപ്പ്. അപ്പോൾ ഞാൻ സാധാരണ കവറിങ് ഷൂ പോലത്തെ, അല്ലെങ്കിൽ എന്താ പറയുക, വേറെ ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചുരിദാറൊക്കെ ഇടുമ്പോഴും കുറച്ചൊന്ന് ഹീൽസ് ഉണ്ടായിക്കോട്ടെ. പിന്നെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, തീരെ വെയിറ്റും ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ അത് വാങ്ങിയതാട്ടോ. അങ്ങനെ ഇന്ന് തോമുന് ഒരു പ്രത്യേക വാശിയായിരുന്നു. സ്വതവേ ഡിവൈൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ 2 കുട്ടികളെ എണീക്കും. അപ്പോൾ ഞങ്ങൾ പറയും ഡിവൈനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കില്ല എന്ന്. അങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞു വേഗം കയറിപ്പൊക്കോ, കാരണം 2 ആൾക്കും ഡിവൈൻ വേണം. അപ്പോൾ നമുക്ക് ചില നേരത്ത് സങ്കടം തോന്നും കേട്ടോ, കുട്ടികൾ 2 ആളും കൂടിയിട്ട്. അപ്പോൾ ഡോണും ഞങ്ങളും ബിഗ് ബോസ് കാണാമായിരുന്നു. തോമു പിന്നെ സെറ്റിമ കിടന്ന് അങ്ങനെ ഉറങ്ങി, ഡിവൈനും മോനും പോയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഇറങ്ങി നമ്മുടെ പട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഓർണമെൻറ്റ്സ് ഒന്ന് ഒതുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മിയുടെ വളകളും കുറേ ആൻറ്റിക് വളകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ എടുത്ത ഫോട്ടോസ് മാത്രമാണ് ഇതിൽ വന്നേക്കുന്നത് കേട്ടോ. ഇഷ്ടംപോലെ
വളകളുണ്ട്. അതൊക്കെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാം. ഇഷ്ടം പോലെ വളകൾ മറ്റേ ആൻറ്റിക്കിൻ്റെയും ലക്ഷ്മി വളകളാണ് മൊത്തം ഞാനിന്ന് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിൽ ചിലതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 2x2 കുറേ പേര് ചോദിക്കും. പക്ഷേ ഈ 2x2 സൈസ് വളരെ അപൂർവമാണ്, കിട്ടാൻ വലിയ പാടാണ്. പക്ഷേ 2x2ഉം 2x10ഉം, പക്ഷേ ബാക്കിയുള്ളതൊക്കെ എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ലക്ഷ്മി വളകളുണ്ട്, ആൻറ്റിക്കിൻ്റെ വളകളുണ്ട്, അല്ലാത്തത് പേള് എല്ലാതും ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തപ്പോൾ ഞാൻ അത് ഇതിൽ കൂടെ ആഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പതിവ് പടി അടുക്കളയും കാര്യങ്ങളൊക്കെ ഒതുക്കി. അപ്പോൾ ഇന്ന് ശരിക്കും പുറത്ത് പോയ ദിവസമായതുകൊണ്ട് തന്നെ പുറത്ത് പോണ ദിവസം കുറച്ച് ലേറ്റാവും എല്ലാ കാര്യങ്ങൾക്കും. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുകയും വേണം, എന്നാൽ ആ സമയം നമ്മൾ പുറത്ത് പോണത് അതിൽ കൂടെ ബാലൻസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കുറേ കാര്യങ്ങൾ നടന്ന ഒരു ദിവസമാണ്. ഇനിയിപ്പോൾ നാളെയും പള്ളിയിലേക്ക് ഒന്ന് പോകണം, അവിടെ അച്ഛനെ ഒന്ന് കാണണം. എല്ലാം നല്ലപടിയിൽ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. നാളെ കാണാം.